പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു ചെറുപ്പക്കാരനും അയാളുടെ ഭാര്യയും താമസിച്ചിരുന്നു. അവരുടെ ഒരു പ്രണയവിവാഹമായതുകൊണ്ട് തന്നെ അവരുടെ ബന്ധുക്കളാരും അത്ര അടുപ്പം ഇവരോട് കാണിച്ചിരുന്നില്ല. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഭാര്യയ്ക്ക് ഒരു മാറാരോഗം പിടിപെട്ടു. ഭർത്താവ് തന്നാൽ കഴിയുന്ന എല്ലാം തന്നെ ചെയ്തിട്ടും ഭാര്യയുടെ രോഗം ഭേദമായില്ല. അങ്ങനെ തൻ്റെ മരണം അടുക്കാറായി എന്ന് മനസ്സിലാക്കിയ ഭാര്യ ഭർത്താവിനെ അടുത്തേക്ക് വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: ഞാനായിരിക്കണം താങ്കളുടെ അവസാന പ്രണയം. എനിക്ക് ശേഷം നിങ്ങൾ ആരെയും തന്നെ പ്രണയിക്കുവാനോ വിവാഹം ചെയ്യുവാനോ പാടില്ല. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഞാനൊരു പ്രേതമായി വന്ന് നിങ്ങളെ ഉപദ്രവിക്കും. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വാക്ക് തരണം, എനിക്ക് ശേഷം നിങ്ങൾ മറ്റാരെയും തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കില്ല എന്ന്. ആകെ തകർന്നു നിൽക്കുന്ന ആ യുവാവ് ഭാര്യയ്ക്ക് അങ്ങനെ തന്നെ വാക്കുകൊടുത്തു. ആ വാക്ക് കൊടുത്തതും ഭാര്യ മരണപ്പെട്ടു. തൻ്റെ ഭാര്യയുടെ മരണത്തിന് ശേഷം ആ ചെറുപ്പക്കാരൻ പിന്നീട് വർഷങ്ങളോളം ഒറ്റയ്ക്ക് തന്നെ താമസിച്ചു. ഒറ്റയ്ക്ക് ഒരു റൂമിലിരുന്ന് ഒറ്റയ്ക്ക് പാചകം ചെയ്ത് ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ആരോടും മിണ്ടാതെ അദ്ദേഹം കാലങ്ങൾ കഴിച്ചുകൂട്ടി. തൻ്റെ മകൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ടാകണം ആ ചെറുപ്പക്കാരൻ്റെ അച്ഛനും അമ്മയുമെല്ലാം അദ്ദേഹവുമായി ബന്ധപ്പെട്ടു. അങ്ങനെ പതുക്കെ പതുക്കെ അയാളുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ തുടങ്ങി. ഈ സമയത്ത് അയാളുടെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരും തന്നെ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് അയാളോട് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ ഭാര്യയോടുള്ള ആ സ്നേഹം കാരണം അയാൾ അതിനൊന്നും സമ്മതിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം ഒരു യുവതി ആ ചെറുപ്പക്കാരൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ പുതുതായി വന്നു. ജോലിയുടെ ഭാഗമായി ഇവർ തമ്മിൽ സംസാരിക്കുവാൻ തുടങ്ങി. വളരെ മനോഹരമായി സംസാരിക്കുന്ന, നല്ല രീതിയിൽ പെരുമാറുന്ന ആ യുവതിയോട് ചെറുപ്പക്കാരന് ഒരിഷ്ടം തോന്നി. അങ്ങനെ ഇവർ തമ്മിൽ അടുപ്പമായി. ഇവരുടെ ബന്ധം മനസ്സിലാക്കിയ സഹപ്രവർത്തകരും ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാരും ആ ബന്ധത്തെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഇവരുടെ വിവാഹ നിശ്ചയം നടത്തുവാൻ ഇവർ തീരുമാനിച്ചു. അങ്ങനെ വിവാഹ നിശ്ചയം നടന്ന ആ രാത്രി ആ ചെറുപ്പക്കാരൻ ഉറങ്ങുമ്പോൾ തൻ്റെ പഴയ ഭാര്യ പ്രേതമായി വന്നു. അയാളോട് ഒരുപാട് അവർ ദേഷ്യപ്പെട്ടു. ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞതല്ലേ, ഞാനല്ലാതെ മറ്റൊരു സ്ത്രീ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന്. നിങ്ങൾ എന്നിട്ടും എന്നെ ചതിച്ചു. എനിക്ക് തന്ന വാക്ക് നിങ്ങൾ മറന്നുപോയി. അതോടെ ആ ചെറുപ്പക്കാരൻ ആകെ അങ്കലാപ്പിലായി. ഇനി താൻ എന്തു ചെയ്യും? പിറ്റേന്ന് മുതൽ എല്ലാ ദിവസവും തൻ്റെ ഭാര്യയുടെ പ്രേതം അയാളുടെ മുന്നിലേക്ക് വരുവാൻ തുടങ്ങി. ഓരോ ദിവസവും ആ ചെറുപ്പക്കാരൻ ആ പെൺകുട്ടിയോട് സംസാരിച്ച ഓരോ കാര്യങ്ങളും അക്ഷരം തെറ്റാതെ ആ പ്രേതം ഇയാളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് പറഞ്ഞ് ആ പ്രേതം ഇയാളോട് ദേഷ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. താൻ ഇനിയും ആ പെൺകുട്ടിയുമായി ബന്ധം തുടർന്നാൽ ആ പെൺകുട്ടിയുടെ ജീവന് ആപത്താണ് എന്ന് മനസ്സിലാക്കിയ ആ ചെറുപ്പക്കാരൻ അവസാനം മനസ്സില്ലാ മനസ്സോടുകൂടി അവിടെ നിന്ന് നാട് വിട്ടോടുവാൻ തീരുമാനിച്ചു. ഓരോ ദിവസവും തുടരുന്ന ഈ പ്രേതത്തിൻ്റെ ശല്യം മറ്റാരോടും പറയാൻ അയാൾക്ക് ഭയമായിരുന്നു. അങ്ങനെ ആരോടും മിണ്ടാതെ ഒരു രാത്രി അയാളൊരു ബാഗുമെടുത്ത് ദൂരേക്ക് യാത്രയായി. അങ്ങനെ ദൂരെ ദിക്കിലെത്തി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ തൊട്ടപ്പുറത്തായി ഒരു സന്യാസി ധ്യാനിച്ചിരിക്കുന്നത് അയാൾ കണ്ടു. അയാൾ തൻ്റെ ഈ വിഷമം ആ സന്യാസിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു. എല്ലാ കാര്യവും കേട്ട സന്യാസി അയാളോട് പറഞ്ഞു, താൻ അകപ്പെട്ടിരിക്കുന്നത് ഒരു വളരെ ബുദ്ധിയുള്ള ഒരു പ്രേതത്തിൻ്റെ മുമ്പിലാണ്. അവരെ പറഞ്ഞു തോൽപ്പിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഞാൻ നിങ്ങൾക്കൊരു വിദ്യ പറഞ്ഞു തരാം. അത് ഫലിക്കുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും താങ്കൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. സന്യാസിയുടെ ഈ വാക്കുകൾ കേട്ട യുവാവ് തിരിച്ച് വീട്ടിലേക്ക് തന്നെ മടങ്ങി. ആരോടും പറയാതെ വീട്ടിൽ നിന്ന് പോയതുകൊണ്ട് തന്നെ അദ്ദേഹം വീട്ടിലെത്തിയതും ആ കൂട്ടുകാരിയും നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും അദ്ദേഹത്തെ കാണുവാൻ വന്നു. എല്ലാവരോടും സംസാരിച്ച് സമാധാനിപ്പിച്ച് എല്ലാവരെയും തിരികെ അവരുടെ വീട്ടിലേക്ക് മടക്കി അയച്ച് ആ യുവാവ് കിടന്നുറങ്ങി. രാത്രിയായപ്പോൾ ആ ഭാര്യയുടെ പ്രേതം വീണ്ടും വന്നു. ആ പ്രേതം ദേഷ്യപ്പെടാൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആ ചെറുപ്പക്കാരൻ ചാടി അങ്ങോട്ടേക്ക് സംസാരിച്ചു. നിൽക്ക്, നീ എന്നോട് ഇന്ന് ദേഷ്യപ്പെടരുത്. അപ്പോൾ പ്രേതം പറഞ്ഞു, ഞാൻ തീർച്ചയായും ദേഷ്യപ്പെടും. ഇന്ന് നീ നിൻ്റെ കാമുകിയോട് സംസാരിച്ചു, എനിക്ക് നിന്നോട് ദേഷ്യപ്പെടാനുള്ള അവകാശമുണ്ട്. ഉടനടി ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ശരി, ഞാൻ നിന്നോടൊരു ചോദ്യം തിരിച്ച് അങ്ങോട്ട് ചോദിക്കാം. അതിന് നീ മറുപടി പറഞ്ഞാൽ ആ പെൺകുട്ടിയുമായുള്ള ബന്ധം ഞാൻ എന്നേക്കായി ഉപേക്ഷിക്കാം. നിനക്ക് സമ്മതമാണോ? ആ പ്രേതം പെട്ടെന്ന് അത്ഭുതപ്പെട്ടു. എന്താണ് ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇയാൾ വേഗം തൊട്ടടുത്ത് വെച്ചിരുന്ന ആ കപ്പിൽ ഒരു പിടി കടുകെടുത്ത് ആ പ്രേതത്തിൻ്റെ മുമ്പിലേക്ക് നീട്ടി. എന്നിട്ട് ചോദിച്ചു, എൻ്റെ ഈ ചുരുട്ടിപ്പിടിച്ച കൈക്കുള്ളിൽ എത്ര കടുകുമണി ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞാനൊരിക്കലും ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കില്ല. ആ പ്രേതം ഒരു നിമിഷം അന്തം വിട്ടുപോയി. പിന്നീട് ആ പ്രേതം മറഞ്ഞു. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ആ ചെറുപ്പക്കാരന് മനസ്സിലായില്ല. എന്തായാലും സന്യാസി പറഞ്ഞു തന്ന ആ ഐഡിയ ഫലിച്ചു എന്ന് തന്നെ അദ്ദേഹം വിചാരിച്ചു. നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്ന പ്രശ്നങ്ങളും ഇങ്ങനെ തന്നെയാണ്. യഥാർത്ഥത്തിൽ ആ പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് പകരം നമ്മൾ ഒരു 100,000 തവണ അത് ആവർത്തിച്ച് അത് വലുതാക്കിക്കൊണ്ടേയിരിക്കും. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് എന്താണ്? അവിടെ അങ്ങനൊരു പ്രേതമേ ഇല്ല എന്ന് ആ സന്യാസിക്ക് മനസ്സിലായിരുന്നു.
പിന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത്? തൻ്റെ ഭാര്യയോട് കൊടുത്ത ആ വാക്ക് പാലിക്കാൻ പറ്റിയില്ലല്ലോ എന്ന ആ ചെറുപ്പക്കാരൻ്റെ കുറ്റബോധമാണ് ഒരു പ്രേതത്തിൻ്റെ രൂപത്തിൽ അയാളുടെ മുമ്പിലേക്ക് വന്നത്. ആ ചെറുപ്പക്കാരന് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ആ പ്രേതത്തിനും അറിയായിരുന്നുള്ളൂ. അതായത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രേതം ഉണ്ടായിരുന്നില്ല. ഇയാളുടെ മനസ്സിൽ തന്നെ സങ്കല്പിച്ച കുറ്റബോധമാണ് പ്രേതത്തിൻ്റെ രൂപത്തിൽ അയാളുടെ മുമ്പിലേക്ക് വന്നത്. ഇത് ആ ചെറുപ്പക്കാരനെ പറഞ്ഞു മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ആ സന്യാസിക്ക് മനസ്സിലായി. മറിച്ച് ആ പ്രേതത്തിനും നിങ്ങൾക്കറിയാവുന്ന അതേ കാര്യങ്ങളെ അറിയാകൂ എന്ന് ഇയാളെ ബോധ്യപ്പെടുത്തണം. അതിനാണ് ആ കടുകുമണിയുടെ എണ്ണം എത്രയാണെന്ന് പ്രേതത്തിനോട് ചോദിച്ചത്. യഥാർത്ഥത്തിൽ ആ കടുകുമണിയുടെ എണ്ണം എത്രയാണെന്ന് ഈ ചെറുപ്പക്കാരനും അറിയില്ല. സ്വാഭാവികമായും ഇയാൾ സൃഷ്ടിച്ച ആ പ്രേതത്തിനും ഒരിക്കലും അതറിയില്ല. അപ്പോഴാണ് ആ ചെറുപ്പക്കാരന് മനസ്സിലാവുന്നത് ഈ പ്രേതം അസാമാന്യ കഴിവുള്ള ഒരു യഥാർത്ഥ പ്രേതമല്ല, മറിച്ച് തൻ്റെ മനസ്സിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് എന്ന്. നമ്മൾ മനസ്സിൽ കൂട്ടിവെച്ചിരിക്കുന്ന ഒരുപാട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളും വാക്കുകളുമാണ് പ്രശ്നങ്ങളായി നമ്മുടെ മുമ്പിലേക്ക് തന്നെ അവതരിക്കുന്നത്. അത് സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഇല്ല എന്നും അത് നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു മായിക പ്രശ്നമാണെന്ന് ചിന്തിച്ചാൽ തീരാവുന്നതേയുള്ളൂ ഈ കാര്യങ്ങളെല്ലാം.